എക്സാമിന്റെ പ്രിപ്പറേഷൻസിലായിരിക്കും അല്ലെ, അതിൻ്റെതായിട്ടുള്ള തിരക്കുകളിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എക്സാമിന് ഓരോ സബ്ജക്റ്റും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് അല്ലെ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മിസ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലെ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് ആണ് പറഞ്ഞു തരാൻ പോണത്. അപ്പൊ ഇങ്ങനെ വെയിറ്റേജ് നോക്കി പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താകും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, ഓരോ ചാപ്റ്ററിനും എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം, എത്ര കൂടുതൽ സമയം കൊടുക്കണം, എത്ര കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഏതിനാണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളത് നമ്മുടെ വെബ് ടെക്നോളജിയിൽ നിന്നാണ് കേട്ടോ. വെബ് ടെക്നോളജിയിൽ നിന്നാണ് 10 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നമ്മുടെ 4th ചാപ്റ്റർ. ഓക്കെ, അതേപോലെ തന്നെ അതിന്റെ തൊട്ട് പിറകെ നമ്മുടെ DBMS ഡാറ്റാബേസ് മാനേജ്മെന്റും വെബ് ഡിസൈനിങ് യൂസിങ് HTML-ഉം അതേപോലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ICT ആൻഡ് സൊസൈറ്റി. ആ ഒരു ചാപ്റ്റർ ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടിയിട്ടൊക്കെ എഴുതാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ. അപ്പൊ അതിനൊക്കെ കൂടുതൽ മാർക്കിന് വരാറുണ്ട്. അപ്പൊ ആ മാർക്കൊന്നും നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. പിന്നെ അതിന്റെ താഴെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ക്ലയന്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്. അതിൽ നിന്ന് ഒരു 8 മാർക്കോളം ചോദിക്കാറുണ്ട്. അപ്പോൾ C++ എന്ന് പറഞ്ഞ ലാംഗ്വേജ് നമ്മൾ പഠിച്ചതുപോലെ തന്നെ ആ ഒരൊറ്റ ചാപ്റ്ററിലാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമ്മളോട് ഒരു 8 മാർക്കോളം ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് ഒരു 6 മാർക്ക്, അതേപോലെ തന്നെ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അതിൽ നിന്നൊരു 7 മാർക്കോളാണ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ ആ ഗ്രൂപ്പിൽ നമുക്ക് ഇവരൊക്കെ പെടുത്താൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് മാർക്കിന്, അതായത് നമുക്കറിയാം നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഒക്കെ എത്ര കുട്ടി ചാപ്റ്റർ ആണ് അല്ലെ, കുഞ്ഞായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത്രയും ഒരു ചെറിയ ചാപ്റ്റർ നമുക്ക് നമ്മുടെ +2 സയൻസിലില്ല അല്ലെ, കമ്പ്യൂട്ടർ സയൻസിലില്ല. അപ്പൊ അവിടെ വെറും 3 മാർക്കേ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്ക് നിങ്ങൾ ആരും കളയരുത്. കാരണം ജസ്റ്റ് ഒന്ന് ആ ഒരു ഒറ്റ പേജിൽ നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ആയിട്ട് എന്തൊക്കെ അതിൽ പഠിക്കാനുള്ളത് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ഒരു പേജിൽ നിന്ന് കിട്ടും. നമുക്ക് ആ 3 മാർക്ക് ഈസി ആയിട്ട് വാങ്ങാനും പറ്റും. ഓക്കെ, യെസ്. അതേപോലെ തന്നെ ബാക്കി ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചേഴ്സ്, വെബ് ഹോസ്റ്റിംഗ്, സെർവർ സൈഡ്, PHP ഒക്കെ എന്താണ് വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ അതിൽ നിന്ന് വെറും 3 മാർക്കിന് മാത്രമാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് പഠിക്കാം. പിന്നെ അഡ്വാൻസസ് ഇൻ കമ്പ്യൂട്ടിംഗ്, ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ ഒരു 4 മാർക്ക് 5 മാർക്ക് ആ ഒരു ലെവലിലാണ് എല്ലാ പ്രാവശ്യവും ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത് വെച്ച് നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യും. ഓരോ നമ്മുടെ മാരത്തോൺ ലൈവുകളൊക്കെയാണ് വരാൻ പോണത്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്, കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവുകൾ നമ്മുടെ ഈ ചാനലിൽ നടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്നും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വെക്കുക, സെറ്റ് ആക്കി വെക്കുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരും. കറക്റ്റ് ആയിട്ട് ലൈവ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. PYQs നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും അല്ലെ, ഇതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഞാൻ പഠിച്ച രീതിക്ക് തന്നെയാണ് അല്ലെ, അല്ലെങ്കിൽ എവിടെയാണ് മേക്കപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് നിങ്ങൾക്ക് മനസ്സിലാക്കിയല്ലോ. അപ്പൊ ഇതിന്റെ സമയം കളയരുത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഒക്കെ നോക്കി അതിന്റെ സമയമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പൊ മിസ്സിന്റെ എല്ലാ കുട്ടികൾക്കും ഒരു ബെസ്റ്റ് ഓഫ് ലക്ക്.